നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇതിൻ്റേതായിട്ടുള്ള ലിഖിതങ്ങളുണ്ട്. ഏറ്റവും അടിഭാഗത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്ന് ഇവിടെ ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഈ കുരിശ് കല്ലൂർക്കാടെന്ന നാമം വിളങ്ങും പള്ളിക്ക് കിഴക്ക് വശം വച്ചിരുന്നു. പള്ളിപ്പണി ചെയ്ത് ഏറെക്കുറെ 670 സംവത്സരം ചെന്നപ്പോൾ പൊളിച്ചു. 1821 കാലം മധുബഹ പൊളിച്ചു. പിന്നീടുള്ള വർഷം അവിടെ കാണുന്നില്ല, അത് പൊഴിഞ്ഞു പോയിട്ടുള്ളതാണ്. ആ വർഷമാണ് രണ്ടാമത് സെമിത്തേരി പണി കഴിയിച്ചപ്പോൾ വീണ്ടും സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇതിന് ചുവട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. മലയാളത്തിൽ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒരു 100 കൊല്ലോ 150 കൊല്ലം മുമ്പുള്ള നമ്മുടെ മലയാള അക്ഷരങ്ങളുടെ ഷേപ്പ് ഇങ്ങനെ തന്നെ ആയിരുന്നു. വായിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ മുഴുവൻ വായിച്ചു തരാം. ഒരു വട്ടം ഇട്ടിട്ട് പിന്നെ രാ എഴുതിയിട്ട് വീണ്ടും ഒരു പൂജ്യം കൊണ്ടിടും. ഈശോ എന്ന് എഴുതുന്നതിന് ഈ എന്ന അക്ഷരം അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. ആ അക്ഷരമാണ് ആദ്യം കാണുന്നത്. അതായത് ആദ്യം ഒരു പുള്ളി ഇതാണ്, ഒരു വട്ടമാണ് സിഗറോയ, പിന്നെ ഒരു രായ, അത് കഴിഞ്ഞൊരു പൂജ്യം കൊണ്ടിടും. അപ്പം